ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മളെ വയനാട്ടിലെ വാർത്തയിലെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം. ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ മഴയായതുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ അവധിയാണല്ലോ. അപ്പോൾ മക്കളെല്ലാം നല്ല മൂടി പൊതച്ചിട്ടുള്ള ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ മാവ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ്, ഇഡ്ഡലിയാണ് കേട്ടോ തലേന്ന് ചുട്ടത്. അപ്പോൾ അതിന് കുറച്ച് മാവ് ബാക്കിയുള്ളത് ഞാൻ വേഗം ദോശയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് നമ്മൾ ചെറുപയർ കഞ്ഞിയാണ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് 11 മണിക്കെല്ലാം മക്കൾക്ക് അഥവാ വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ആ പാത്രത്തിൽ നമ്മൾ ചോറിനുള്ള വെള്ളവും കൂടി അങ്ങ് എടുത്ത് വെച്ചു. അപ്പം തലേന്ന് ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം മാർക്കറ്റിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായില്ലേ. എന്നിട്ട് ഞാൻ അപ്പാടും നമ്മളെ പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നും എടുത്ത് വെക്കാഞ്ഞത്. പിന്നെ മടി പിടിച്ചു രാവിലെ വെക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഓരോന്നോരോന്നായിട്ട് രാവിലെ തന്നെ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വറവിൻ്റെ ഐറ്റംസാണ് കേട്ടോ ചിലവാകുള്ളൂ. കറിയൊന്നും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ അങ്ങനെ കൂട്ടൽ കുറവാണ്. അവർക്ക് മീനില്ലാണ്ട് ആവുകയില്ല. അച്ഛനും മക്കൾക്കും എല്ലാം കണക്കാണ്. അപ്പം ഞാനിതാ വറവിൻ്റെ ഐറ്റംസാണ് കൂടുതലായിട്ടായിട്ടും കൊണ്ടുവരുമോ. അപ്പോൾ അങ്ങനെയല്ല അതെല്ലാം ഒന്ന് എടുത്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ തലേന്ന് തന്നെ മീനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അപ്പോൾ വരുമ്പോൾ ഓഫീസിൽ നിന്നെല്ലാം വരുമ്പോൾ ഏകദേശം ഒരു 7 മണിയെല്ലാം ആവും. അപ്പം ഈ 7 മണിക്കായിരിക്കും മീൻ കൊണ്ടുവരിക. അപ്പം അതും കട്ട് ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാൻ നിൽക്കുക. ചില സമയം കുളിയെല്ലാം കഴിയും, എന്നിട്ടായിരിക്കും മീൻ മുറിക്കുക. അങ്ങനെയെല്ലാം തന്നെ. അപ്പോൾ മീൻ തലേന്ന് തന്നെ മുറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാവിലെ എനിക്ക് പണി കിട്ടും, മുറിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഓഫീസിലേക്കെല്ലാം കറിയെല്ലാം കൊണ്ടുപോകണമല്ലോ. അപ്പോൾ മീനില്ലാണ്ട് നടക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു സന്ധ്യാസമയത്ത് മീൻ മുറിച്ച് വെച്ചിട്ടേ ഞാൻ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ അയിലക്കുട്ടിയാണ്. പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അയില തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന്. ഏട്ടന് മുളകിട്ട കറി, മക്കൾക്ക് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഇഷ്ടം കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് പിന്നെ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന്. അപ്പോൾ മക്കൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ഉച്ചക്കെല്ലാം മുളകിട്ട കറിയെല്ലാം ആകുമ്പോൾ ഭയങ്കര പിന്നെ പറച്ചലായിരിക്കും, വേണ്ടമ്മേ എന്നെല്ലാം പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം അത് തേങ്ങ അരച്ചിട്ട് വെച്ചു. പിന്നെ നമ്മളെ ദോശക്ക് ചെറുപയർ കറിയാണ് കേട്ടാക്കുന്നത്. അപ്പം പച്ചമുളകും ഉള്ളിയെല്ലാം ഇട്ടിട്ട് അതും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെമ്മീനും ഒരു അയില ഞാൻ നമ്മളെ ചക്കിക്ക് വേണ്ടിയിട്ട് പൊരിക്കുന്നതാണ്. അപ്പം ചക്കി നമ്മളെ അയില ഫാനാണല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. കറിയിൽ കുറച്ച് പുളിയും ഉപ്പിൻ്റെ എല്ലാം കുറവുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മളെ കുറച്ച് പുളിയൊന്ന് പിഴിഞ്ഞിട്ട് കറിയിൽ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളത്തിൻ്റെ എല്ലാം കുറവുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി കറിയാനും കേട്ടോ. നമ്മളെ അതിൽ വെച്ചിട്ട് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മളെ ചെറുപയർ വിസിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇറക്കി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അട ദോശക്കിലെ കല്ലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയറെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ടുള്ള അരവാണ് കേട്ടോ ഒഴിച്ചത്. അപ്പം തേങ്ങ അരച്ചിട്ടുള്ള ചെറുപയർ കറിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഈ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കറി വെട്ടി തിളക്കുന്നുണ്ട്. അപ്പം ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിന് നോക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കടുക് വറുത്തിടുക ചെയ്യുക. അപ്പോൾ നമ്മളെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അച്ഛനും മക്കളെല്ലാം എണീച്ച് ചായയെല്ലാം കുടിച്ചു. പിന്നെ ഇതാ മൂത്താളും അച്ഛനും കൂടിയിട്ട് പിന്നെ ക്യാരംസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവുട്ടൻ്റെ അച്ഛൻ്റെ ഫോൺ കാണുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ ഭാഗങ്ങളിലേക്ക് നീങ്ങി. അപ്പോൾ ഞാനും ഇതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം. എന്നിട്ട് പിന്നെ ഇതാ പൊരിക്കുന്നുണ്ട് കേട്ടോ, മീനെല്ലാം പൊരിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കള പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം ഒന്ന് വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ തത്രപ്പാട് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കോട്ടപ്പായ 2 കേട്ടോ എടുത്ത് വെച്ചിട്ട് അത് മെഴുക്ക് വരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം 9 മണി ആയിട്ടുണ്ട്. അപ്പം പോവേണ്ട അച്ഛനും മക്കൾക്കൊന്നും പോവേണ്ടാത്ത ദിവസം എന്തായാലും എൻ്റെ എല്ലാ പണികളും പെൻഡിങ് ആയിരിക്കും. അവരെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് രാവിലെ 8 മണിയാകുമ്പോൾ മൂത്താൾ പോകും. അതുകൊണ്ട് ഒരുവിധം പണികളൊക്കെ രാവിലെ തന്നെ ഒരുക്കും കേട്ടോ. അതിപ്പം പോവണ്ടെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സ്ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഓരോ പണികളായിട്ട് ഒരുക്കുന്നുണ്ട്. നമ്മളെ മെഴുക്ക് വരട്ടിക്കലെ കോട്ടപ്പയർ ഇതാ മുറിച്ചിടുന്നുണ്ട്.
അപ്പോൾ ഇനി ഇതാ നമ്മൾ മെഴുക്ക് വരട്ടി ആക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളെ കോട്ടപ്പയർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളവും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളമെല്ലാം ഒഴിച്ച് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കള പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ അലക്കും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വർക്കൗട്ടിന് വേണം. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്ക് എന്ത് വേണം, നമ്മളെ സെൻറ്ററിൽ ഒരാളെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ ഓർഡേഴ്സെല്ലാം എനിക്ക് തന്നെയാണ് കേട്ടോ കിട്ടൽ. അവിടെയുള്ള ഓർഡേഴ്സെല്ലാം ഞാൻ തന്നെ എടുക്കൽ. അപ്പം അവിടത്തേക്ക് എനിക്കൊരു കേക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിലാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഡിസൈൻ വർക്കെല്ലാം ചെയ്യാനുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, നോർമൽ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫ്രണ്ട് കാവ്യേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ കേക്ക് കാണാനും കഴിച്ചിട്ടും എല്ലാം നല്ല അടിപൊളിയായെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ ഞാനിതാ ഇറങ്ങുന്നുണ്ട്. അപ്പം ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ കേക്കും എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. മഴയായതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്, നനഞ്ഞു പോകുമോ എന്നുള്ള ടെൻഷനുണ്ട്. എന്നാലും ഏട്ടൻ നല്ല അടിപൊളിയിൽ സെറ്റാക്കിയിട്ട് കവറാക്കിയിട്ട് തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ പൊടിമഴ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനതും എടുത്തിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ ദേവൂട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ വയ്യ തന്നെ വന്നിട്ട് എടുക്കുന്നുണ്ട്. കോട്ടിടുന്നതും വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ദേവൂട്ടൻ എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഇതാ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കാവ്യേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ വർക്കൗട്ടെല്ലാം നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കേട്ടോ നമ്മളെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും അവരെ ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. നമ്മളെ യോഗ വർക്കൗട്ട്, സൂംബ എല്ലാം ഇവിടെ ഉണ്ട്. ന്യൂട്രീഷൻ ഫുഡ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളിലും ആര് വന്നു കഴിഞ്ഞാലും അവരെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓർഡേഴ്സൊക്കെ എനക്കാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കാവ്യേൻ്റെ കേക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. നമ്മളെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. നല്ല തുറന്ന് സംസാരിക്കും, തുറന്ന് ചിരിക്കും. പാട്ട്, ഡാൻസ് എല്ലാമായിട്ട് നല്ല സൂപ്പറാണ് ഇവിടെ. അപ്പോൾ നമ്മളെ വർക്കൗട്ടും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിസ്താഷ്യോ കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം തലേന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചതാണ്. അപ്പം വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാത്തത് കേട്ടോ. അപ്പം ഞാനിതാ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനൊരു 12 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കേക്കിൻ്റെ മേലെ പേര് എഴുതുന്നുണ്ട്. പേര് എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം അത് വേഗം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ ഞാൻ കേക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നത്. അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള പണികളൊക്കെ എങ്ങനെയെങ്കിലും ഒരുക്കി വേഗം നമ്മളെ കേക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് വരണം എന്നുള്ള ചിന്തയായിരിക്കും. നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കസ്റ്റമർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുക ത്വര, അങ്ങനെ പറയാം, അതിന് ത്വരയായിരിക്കും നമുക്ക്. പിന്നെ അത് ചെയ്യാൻ ഓരോ സ്പഞ്ചാക്കാൻ തുടങ്ങുന്നത് മുതൽ അവസാനം എൻഡിങ് വരെ നമ്മുടെ മനസ്സിലതായിരിക്കും. എങ്ങനെയാണ് ഇതിനെ ഭംഗിയാക്കി കൊണ്ടുവരാം എന്നൊക്കെയുള്ള വിചാരങ്ങളായിരിക്കും കേട്ടോ. നമുക്ക് ഒരു കേക്ക് ചെയ്യുമ്പം അതെല്ലാം ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്ത് കസ്റ്റമറെ വായിൽ നിന്ന് നല്ല ഒരു വാക്ക്, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിൽ പരം നമുക്ക് വേറെ ഒന്നും വേണ്ടല്ല. അത് മാത്രമല്ല നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ എന്താ പറയുക, ചെറിയ ചെറിയ ആവശ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ചെറിയൊരു പിന്നെ സഹായം ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണല്ലോ. നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടതിനും വേണ്ടാത്തതിനെല്ലാം ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അതിലെല്ലാം എനിക്കൊരു എന്താ പറയുക ചെറിയൊരു ശമനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്താ പറയുക, ഒരു ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളേതായ ആവശ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു സഹായം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം എനിക്ക് യൂട്യൂബും നോക്കാൻ വേണ്ടിയിട്ട്. കുറേ കാലം ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ട് നിന്നിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാം ഒന്നേ തുടങ്ങണം. വ്യൂസും കാര്യങ്ങളൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. എല്ലാം തിരിച്ചു പിടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ബൈ.